الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تمنوا إلا وأنتم مسلمون يا أيها الناس أوصيكم وإياي أولا بتقوى الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക പരിപാലകനായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിലെ വളരെ സുപ്രധാനപരമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റമദാനിന്റെ ഈ അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമദാനിലെ 4ാമത്തെ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരു പക്ഷേ ഇത് ഈ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയായിരിക്കും. ഈ ഒരു സന്ദർഭത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വളരെ സുപ്രധാനപരമായ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ അത് ശുദ്ധീകരണത്തിന്റെ മാസമാണ്. നമ്മുടെ സമ്പത്ത് അതുകൂടി ശുദ്ധീകരിക്കപ്പെടേണ്ട മാസമാണ് റമദാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ നമ്മുടെ സമ്പത്ത്, സമ്പാദ്യം, സക്കാത്ത് എന്നീ വിഷയങ്ങളെ പറ്റിയാണ് സൂചിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഈ ലോകത്ത് ജീവിക്കാൻ ഇന്ന് സമ്പത്ത് ആവശ്യമാണ്. സമ്പാദിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ളത് വളരെയധികം പ്രയാസകരമായിരിക്കും. അങ്ങനെ സമ്പത്ത് കരസ്ഥമാക്കാൻ പരിശുദ്ധ ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നുണ്ട്. അതിനുവേണ്ടി പല രൂപത്തിലുള്ള ജോലികൾ ചെയ്യുന്ന, കച്ചവടങ്ങൾ, ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. പരിശുദ്ധ ഇസ്ലാം അധ്വാനിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നയിച്ചു തിന്നുക
എന്ന് നമ്മളൊക്കെ നമ്മുടെ നാട്ടിൻ ഭാഷയിൽ പറയാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഈ രൂപത്തിൽ കച്ചവടങ്ങൾ ചെയ്ത് പല രൂപത്തിലുള്ള ജോലികൾ ചെയ്ത് അങ്ങനെ അധ്വാനിച്ചുകൊണ്ട് ജീവിച്ചവരാണ്. മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ഹദീസുകൾ പഠിപ്പിക്കുന്നത് കാന സക്കരിയ അലൈഹിസ്സലാം നജ്ജാറൻ എന്നാണ്. അദ്ദേഹം ആശാരിപ്പണി, മരപ്പണി എടുത്തിട്ടാണ് ജീവിത ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത്. ഒരു കച്ചവടവും ഒരു ജോലിയും മോശമല്ല. ഹലാലായ രൂപത്തിൽ ഒരാൾക്ക് എങ്ങനെയൊക്കെ സമ്പാദിക്കാൻ സാധിക്കുമോ ആ രൂപത്തിലൊക്കെ അയാളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പരിശുദ്ധ ഇസ്ലാം അയാൾക്ക് അനുവാദം നൽകുന്നുണ്ട് എന്നാണ്. മനുഷ്യന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു കുറെ കാലം ഉപയോഗിക്കുമ്പോൾ അവന് മടുപ്പ് വരും. ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോണ് 1-2 വർഷം കഴിഞ്ഞാൽ ഒരു പുതിയ അപ്ഡേഷൻ നമ്മൾ കൊണ്ടുവരും. നമ്മുടെ വാഹനം അത് കുറെ കിലോമീറ്ററുകൾ ഓടി പഴകിയതാകുമ്പോൾ മറ്റൊരു വാഹനത്തിലേക്ക്, പുതിയ വാഹനത്തിലേക്ക് നമ്മൾ മാറും. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മടുക്കാത്ത ആർത്തിയുള്ള ഒന്നാണ് സമ്പത്ത് അഥവാ പൈസ എന്നുള്ളത്. അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞാനടക്കം മനുഷ്യരായ ആളുകളുടെ സ്വഭാവമായി ഹദീസുകൾ പരിചയപ്പെടുത്തിയതും അത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കാന ലീ ബിനി ആദമ വാദിയൻ മിൻ ദഹബിൻ ലൗഹിബ്ബു അൻ യകൂന വാദിയാനി. ഒരാൾക്ക് അല്ലാഹു സ്വർണത്തിന്റെ ഒരു മല നൽകിയാൽ അവൻ ആഗ്രഹിക്കുക അതേപോലെ ഒന്നും കൂടി കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന്. അത് സമ്പത്തിനോടുള്ള മനുഷ്യന്റെ ഒരു ആർത്തിയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷണമാണ്. ഒരുപാട് സമ്പത്ത് ഒരുപാടുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുറച്ച് സമ്പാദ്യമുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. ഒരു സമ്പാദ്യവുമില്ലാതെ പ്രയാസപ്പെട്ട് ദാരിദ്ര്യത്തോടെ മിസ്കീനായി ജീവിക്കുന്ന ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ കൃത്യമായ ഒരു പരീക്ഷണമാണ്. ഒരു വിശ്വാസി അതിനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിലാണ് കാര്യം. സമ്പാദ്യം കൊണ്ട് ഈ ദുനിയാവിൽ ഒരുപാട് കാര്യങ്ങൾ നേടാൻ നമുക്ക് കഴിയും. ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു വലിയ വാഹനം, ഒരു നല്ല വീട്, നമ്മുടെ സമ്പത്ത് കൊണ്ട് ഈ ദുനിയാവിലെ എല്ലാ ആഗ്രഹങ്ങളെയും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ നമ്മുടെ സമ്പത്ത് കൊണ്ട് നാളെ സ്വർഗത്തിൽ ഒരു സീറ്റ് വാങ്ങാനോ പരലോകത്ത് രക്ഷപ്പെടാനോ ഖബർ വിശാലമാകാനോ നമ്മുടെ ദുനിയാവിലെ സമ്പത്ത് കൊണ്ട് സാധ്യമാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാൾ മരിച്ചാൽ അയാളുടെ ജനാസയെ 3 കാര്യങ്ങൾ പിന്തുടരും. അങ്ങനെ 6 അടി മണ്ണിൽ പള്ളിക്കാട്ടിൽ അയാളെ കബറടക്കിയാൽ 3 കാര്യങ്ങളിലെ 2 കാര്യങ്ങൾ തിരിച്ചു പോരും. 1 മാത്രമായിരിക്കും അവന്റെ കൂട്ടിനായി ഉണ്ടാകുക. 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 1 അവന്റെ സമ്പത്താണ്, 2 അവന്റെ സന്താനങ്ങളാണ്, അവന്റെ കുടുംബക്കാരാണ്, 3-മത്തത് അവൻ ചെയ്തു കൂട്ടിയ അമലുകളാണ്. അങ്ങനെ പള്ളിക്കാട്ടിൽ കബറിൽ അയാളെ കബറടക്കി തിരിച്ചു പോരുമ്പോൾ അവന്റെ കൂട്ടിനായി ഉണ്ടാകുക അവൻ ചെയ്ത അമലുകൾ മാത്രമാണ്. അവന്റെ സമ്പത്തും അവന്റെ കുടുംബക്കാരും തിരിച്ചു പോരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കണം. അതുകൊണ്ട് സമ്പത്ത് കൊണ്ട് ദുനിയാവിൽ കുറെ കാര്യങ്ങൾ നേടാൻ സാധിക്കുമെന്നല്ലാതെ പരലോകത്തിനു വേണ്ടി അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു വർഷത്തെ സമ്പാദ്യം അത് ഹലാലായിരിക്കും. ഒരാളെ പറ്റിച്ചിട്ട് മോഷണത്തിലൂടെ, ചതിച്ചുകൊണ്ട്, വഞ്ചനയിലൂടെ, പലിശയിലൂടെ അള്ളാഹു ഹറാമാക്കിയ രൂപത്തിൽ 1 രൂപ പോലും നമ്മുടെ സമ്പാദ്യത്തിലേക്ക് കലരാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ പിന്നെ നമ്മുടെ സമ്പത്തിന് ശുദ്ധീകരണം ഉണ്ടാവുകയില്ല. തെറ്റായ മാർഗത്തിലൂടെ 1 രൂപ പോലും നമ്മുടെ സമ്പാദ്യത്തിലേക്ക് അത് വെച്ച് നമ്മുടെ മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പാടില്ല. തെറ്റായ ഹറാമായ മാർഗത്തിലൂടെയുള്ള സമ്പാദ്യം കൊണ്ട് നമ്മുടെ വസ്ത്രം ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ ജീവിതം ഉണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായി പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സമ്പത്തിന്റെ കാര്യത്തിൽ വളരെയധികം സൂക്ഷ്മത പാലിച്ചിരുന്ന ഒരാളായിരുന്നു. ഹറാമ്
തന്റെ ജീവിതത്തിലേക്ക് കയറാൻ പാടില്ല എന്ന കണിശമായ തീരുമാനത്തിന്റെ ഉടമയായിരുന്നു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഒരു ഭൃത്യൻ വേലക്കാരൻ കുറച്ച് മാംസം അദ്ദേഹത്തിന് കൊടുക്കാൻ 3-4 ദിവസമായി പട്ടിണിയിലാണ്. അദ്ദേഹം ആർത്തിയോട് അത് കഴിക്കുമ്പോൾ എവിടെ നിന്നാണ് ഇത് നിനക്ക് ലഭിച്ചത് എന്ന് ചോദിച്ചു. ആ ഭൃത്യൻ നൽകുന്ന മറുപടി, ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ എനിക്ക് ജ്യോത്സ്യപ്പണിയായിരുന്നു. ആ മേഖലയിൽ എനിക്കൊരു കുറച്ച് സമ്പാദ്യം കിട്ടാനുണ്ടായിരുന്നു. അത് ലഭിച്ചപ്പോൾ അതുകൊണ്ട് വാങ്ങിയതാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത് എന്താണെന്നറിയോ? തന്റെ കൈകൾ വായിലേക്ക് പ്രവേശിച്ച് അത് ഛർദ്ദിച്ചിട്ട് പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖിന്റെ ശരീരത്തിലേക്ക് ഒരു ഹറാമിന്റെ ചെറിയ ഘടകം പോലും പ്രവേശിക്കുകയില്ല എന്ന ആ ഒരു നിലപാടാണ് സഹോദരങ്ങളെ സമ്പാദ്യത്തിന്റെ വിഷയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നോക്കൂ, ഹറാമായ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് ഹറാമായത് അനന്തരാവകാശമായിട്ട്, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അനന്തരാവകാശത്തിന്റെ സ്വത്തുക്കൾ അത് ഇസ്ലാമിക നിയമപ്രകാരമല്ലാതെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് തെറ്റായതാണ്. അങ്ങനത്തെ സമ്പാദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടായാൽ നമ്മുടെ പ്രാർത്ഥനകൾ, കർമ്മങ്ങൾ വരെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ ഒരുപാട് തവണ കേട്ട ഹദീസാണ്. ഒരു മനുഷ്യൻ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി റബ്ബിനോട് വളരെ പ്രാർത്ഥനയോടെ, നിർഭയത്വത്തോടെ, പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാൻ. പക്ഷേ അയാളുടെ സമ്പാദ്യം, അയാളുടെ ജീവിതം ഹറാമായ മാർഗത്തിലൂടെയാണ്. പിന്നെ എങ്ങനെ അവന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന്? നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ സമ്പത്ത് അത് ഹലാലായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. സത്യവിശ്വാസികളായ ആളുകളെ, ഹറാമായ നിഷിദ്ധമായ രൂപത്തിൽ നിങ്ങളുടെ സമ്പാദ്യങ്ങൾ പരസ്പരം നിങ്ങൾ ഭക്ഷിക്കരുതേ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. സമ്പത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് നിർദ്ദേശം, ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ നമ്മൾ സമ്പാദിക്കുന്ന വിഷയത്തിൽ, കച്ചവടത്തിന്റെ മേഖലയിൽ, ബിസിനസ്സുകളിൽ ഒക്കെ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ഇസ്ലാം വളരെ അടിവരയിട്ടുകൊണ്ട് നമുക്ക് നിർദ്ദേശം നൽകുകയുണ്ട്. സാമ്പത്തിക വിശുദ്ധി എന്ന് പറഞ്ഞാൽ അതൊരു മുഅ്മിനിന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനി സമ്പത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, അതിൽപ്പെട്ട ഒന്നാണ് കടം വാങ്ങുക എന്നുള്ളത്. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ കടം വാങ്ങാറുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് കടവുമായി ബന്ധപ്പെട്ട, നമുക്ക് കടം വാങ്ങാം. വീട്ടാൻ കഴിയുന്ന, നമ്മുടെ പരിധിക്ക് അനുസരിച്ച് വീട്ടാൻ കഴിയുന്ന സംഖ്യകൾ മാത്രമേ നമ്മൾ കടം വാങ്ങാവൂ. ഒരാൾക്ക് തോന്നുകയാണ് അത്ര സംഖ്യ ഞാൻ കടം വാങ്ങിയാൽ എന്റെ ഒരു മാസത്തെ വരുമാനം കൊണ്ട് അത് വീട്ടാൻ സാധിക്കുകയില്ല എങ്കിൽ വാങ്ങരുത്. ചില ആളുകളുടെ ഒരു മാസത്തെ വരുമാനത്തെക്കാൾ അധികമായിരിക്കും അയാളുടെ ഒരു മാസത്തെ EMI. അതായത് വീട്ടാൻ കഴിയാത്ത രൂപത്തിൽ കടങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കുമിഞ്ഞുകൂടുകയാണ്. കടം വാങ്ങുന്നതിൽ ഹറാമായ രീതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. EMIക്ക് പലിശക്ക് കടം വാങ്ങിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സമ്പാദ്യം, ഒരു മുതൽ വരാൻ പാടില്ല. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരാൾ കടം വാങ്ങുകയാണ് എങ്കിൽ അതിന് കൃത്യമായ രേഖകൾ ഉണ്ടാകും, സാക്ഷികൾ ഉണ്ടാകണം. ഒരു അവധി നമ്മൾ പറയണം. ആ അവധിക്ക് തന്നെ അയാളെ പ്രയാസപ്പെടുത്താതെ കൃത്യമായി അത് കൊടുത്തു വീട്ടാൻ നമുക്ക് കഴിയണം. ഇതാണ് സാമ്പത്തിക മേഖലകളിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ. അതേപോലെ തന്നെ ഒരാൾക്ക് സമ്പത്തുണ്ട് എങ്കിൽ അതിൽ ചില അവകാശങ്ങളുണ്ട്. അയാൾക്ക് പൊതുസമൂഹത്തിനോടുള്ള ചില ബാധ്യതകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സ്വതക്ക എന്നുള്ളത്. സ്വതക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ട് അറിഞ്ഞുകൊണ്ട് ഒരാളെ സഹായിക്കുന്നത്, ഒരാൾക്ക് ദാനമായി നൽകുന്നത്. അതിന് പരിധിയില്ല, അതിന് അളവില്ല, അതിന് നിസ്വാബില്ല. ഒരാളെ എങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാൻ സാധിക്കുമോ ആ രൂപത്തിലൊക്കെ മറ്റുള്ള വ്യക്തികളെ സഹായിക്കാൻ വേണ്ടി പരിശുദ്ധ ഇസ്ലാം അനുവാദം നൽകുന്നു. നമ്മുടെ കുടുംബക്കാരെ, ഒരു രോഗിയുടെ വീഡിയോ കാണുമ്പോൾ നമ്മൾ അതിലേക്ക് പൈസ അയച്ചു കൊടുക്കാറുണ്ട്. പാവപ്പെട്ടവനെ, ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്നവനെ
അതേപോലെ തന്നെ പെരുന്നാൾ ഡ്രസ്സിന് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ചെറിയ രൂപത്തിൽ പല രൂപത്തിലൊക്കെ നമ്മൾ സഹായിക്കുന്ന, മരുന്നുകൾ വാങ്ങിക്കൊടുക്കുന്ന, സ്വതക്കകൾ നൽകുന്ന ആളുകളാണ് ഞാൻ നിങ്ങൾ. വിശുദ്ധ ഖുർആൻ സ്വതക്ക നൽകുന്ന ആളുകളെ പറ്റി പറഞ്ഞത് അവരുടെ സമ്പത്തിൽ ഒരു കുറവും വരികയില്ല എന്ന്. നമ്മളൊരാൾക്ക് ഒരു സ്വതക്ക കൊടുത്താൽ നമ്മുടെ സമ്പത്തിൽ അല്ലാഹു തആല കൂടുതൽ ബർക്കത്ത് ചൊരിയും. അതിലൂടെ അയാൾക്ക് ഐശ്വര്യം ഉണ്ടാകുന്ന മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാം അത് മക്കയിലും മദീനയിലും വ്യാപിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിന് വേണ്ടി ഏറ്റവും കൂടുതൽ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള മഹാനായ മൂന്നാമത്തെ ഖലീഫയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ 1000 ഒട്ടകങ്ങളെ അന്നത്തെ കാലത്ത് 1000 ഒട്ടകങ്ങളെ ദീനിനു വേണ്ടി സമർപ്പിച്ച ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നു മഹാനായ സ്വഹാബി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മദീനയില് ഒരു വരൾച്ച ഉണ്ടായി, ഒരു തീപിടുത്തം ഉണ്ടായി. എല്ലാവരും പട്ടിണിയിലാണ്. വലിയ ഒരു കച്ചവട ദൗത്യത്തെ, അതിന്റെ മുഴുവൻ ലാഭങ്ങളും അതിലെ മുഴുവൻ കാര്യങ്ങളും സ്വഹാബത്തിനു വേണ്ടി പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെലവഴിച്ചു. അതേപോലെ തന്നെ മദീനയിൽ ഒരു വരൾച്ച ഉണ്ടായി, വെള്ളം കിട്ടാത്ത അവസ്ഥ ഉണ്ടായി. ആരാണ് ജൂതന്റെ കൈവശമുള്ള റൂമാ കിണർ വാങ്ങിക്കൊണ്ട് മുസ്ലിങ്ങൾക്ക് ദാനം ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ ഒന്നും നോക്കാതെ വലിയ സംഖ്യ കൊടുത്തുകൊണ്ട് ആ കിണർ വാങ്ങി മുസ്ലിങ്ങൾക്ക് ദാനം ചെയ്തു. ഇതാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ. അതേപോലെ തന്നെ അബൂ ത്വലത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു മദീനയിലെ ഏറ്റവും വലിയ കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈറുഹ തോട്ടം അന്ന് മദീനയിലെ രസകരമായ, അതേപോലെ തന്നെ ആരും കൊതിക്കുന്ന വലിയ ഒരു തോട്ടമായിരുന്നു ബൈറുഹ തോട്ടം. അത് പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം ദാനം ചെയ്തു എന്ന്. താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, അതേപോലെ തന്നെ ആളുകൾ ആഗ്രഹിക്കുന്ന അമൂല്യമായ സമ്പത്ത് ലഭിക്കുന്ന വലിയൊരു തോട്ടം ഇസ്ലാമിന് വേണ്ടി ദാനം ചെയ്തു. അതാണ് സ്വതക്കയുടെ മഹത്വം. ഒരാള് സമ്പത്തില് സ്വതക്കകൾ നൽകിയാൽ അയാൾക്ക് അള്ളാഹു ഒരു കുറവും അയാളുടെ സമ്പാദ്യത്തിൽ വരുത്തുകയില്ല. സ്വതക്ക തന്നെ 2 രൂപത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്വതക്കകൾ കൊടുക്കുകയാണ് എങ്കിൽ ജാരിയായ സ്വതക്കകൾ കൊടുക്കുക. അഥവാ നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക്, പരലോകത്തേക്ക് എത്തുന്ന സ്വതക്കകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മരിച്ചാൽ ഈ ദുനിയാവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കും, 2 കാര്യങ്ങൾ ഒഴികെ. ഒന്ന്, ഒരു സ്വാലിഹായ സന്താനം തന്റെ രക്ഷിതാക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന. അഥവാ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയുടെ മഹത്വം, ആ പ്രാർത്ഥനയുടെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക്, പരലോകത്തേക്ക് എത്തുന്നു. രണ്ടാമത്തത് സ്വതക്കത്തുൻ ജാരി. നമ്മൾ മരിച്ചാലും അതിന്റെ പുണ്യം, നമ്മളൊരു പള്ളി നിർമ്മിച്ചു, അതല്ലെങ്കിൽ 10 ഖുർആൻ വാങ്ങി ഒരു പള്ളിക്ക് ദാനമായി നൽകി, അത് ഓതലമത്രയും പള്ളിയിൽ ആളുകൾ നമസ്കരിക്കുന്ന കാലമത്രയും അതിന്റെ പുണ്യം നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുമെന്ന. അതാണ് സ്വതക്ക ജാരിയ എന്ന് പറയുന്നത്. നമ്മുടെ സമ്പത്തിൽ നിന്ന് ആ രൂപത്തിൽ ചെലവഴിക്കുമ്പോൾ അങ്ങനെയുള്ള സ്വതക്കകളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. ഇനി നമ്മുടെ സമ്പത്തിന്റെ മറ്റൊരു അവകാശമാണ് സകാത്ത് എന്നുള്ളത്. പരിശുദ്ധ ഇസ്ലാം നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി പറഞ്ഞു. എല്ലാ വർഷവും നമ്മുടെ സമ്പത്തിന്റെ മിച്ചം വരുന്ന സംഖ്യ, അതിന്റെ 2.5% പാവപ്പെട്ടവന്റെ അവകാശമായ സകാത്തിന്റെ വിഹിതത്തിലേക്ക് നൽകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ട്. വിശുദ്ധ ഇസ്ലാം കാര്യങ്ങളിലെ 3ാമത്തേതാണ് സകാത്ത്. 1 ഷഹാദത്ത്, 2 നമസ്കാരം, 3 സകാത്ത്, 4 നോമ്പ്, 5 ഹജ്ജ്. ഈ സകാത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് സ്ഥലങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറയുന്നുണ്ട്. വാഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത വർക്കഉ മഅർ റാഖഈൻ.
നിങ്ങൾ സകാത്ത് കൊടുക്കുകയും അതേപോലെ തന്നെ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്യണം എന്ന് വിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിലൂടെ ഒരുപാട് സൂറത്തുകളിലൂടെ അല്ലാഹു തആല ആവർത്തിച്ച് പറയുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് ആളുകൾ പറയുകയാണ്, ഞങ്ങൾ നമസ്കരിച്ചോളാം, സകാത്ത് നൽകുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ചില ഗോത്രക്കാര് സകാത്തിന്റെ വിഹിതം ബൈത്തുൽ മാലിലേക്ക് ഏൽപ്പിക്കുന്നതിനെ വിസമ്മതിച്ചു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരെങ്കിലും സകാത്തിന്റെ അവകാശം നൽകാതെ അതിനെ തടഞ്ഞു വെച്ചാൽ അവർക്കെതിരിൽ ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന്. ഒരാൾക്ക് സകാത്ത് കൊടുക്കാൻ അയാൾ അർഹനാണ്, അയാൾ കൊടുക്കാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നില്ല, അയാൾക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടാകുന്നില്ല, അത് ശിക്ഷയാണ് എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. അയാൾ സ്വർണവും വെള്ളിയും അയാളുടെ സമ്പാദ്യമെല്ലാം സകാത്തിന്റെ വിഹിതം കൊടുത്തുവിട്ടാതെ അതിനെ തടഞ്ഞു വെച്ചാൽ അവർക്ക് വേദനാജനകമായ ശിക്ഷയെ അറിയിച്ചു കൊള്ളുക എന്ന്. പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. നമ്മൾ എന്തൊക്കെ വന്നാലും സകാത്തിന്റെ അതിന്റെ സംഖ്യകൾ കൃത്യമായി അത് സംഘടിതമായി നൽകാൻ വേണ്ടി നമ്മളൊക്കെ എന്ത് ചെയ്യണം? പരമാവധി പരിശ്രമിക്കണമെന്ന്. സമ്പത്തിന്റെ സകാത്ത് തന്നെ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് നമ്മുടെ സമ്പത്തിന്റെ സകാത്ത്, രണ്ടാമത്തെ സകാത്തുൽ ഫിത്ർ. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. സമ്പത്തിന്റെ ഓരോ കാര്യങ്ങളുണ്ട്. നമ്മുടെ ആഭരണത്തിന്, കൃഷിക്ക് എല്ലാം സകാത്തുണ്ട്. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞ് വർഷം കണക്കാക്കി മിച്ചം വരുന്ന സംഖ്യയുടെ 2.5% നമ്മൾ കൊടുക്കുന്നത്. എന്താ അടിസ്ഥാന ആവശ്യം എന്ന് പറഞ്ഞാൽ? നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ ഭക്ഷണം, അവരുടെ പാർപ്പിടം, അതേപോലെ തന്നെ വീട്ടിലെ ചില ചെലവുകൾ, നമ്മുടെ വാഹനങ്ങൾ, ചികിത്സ, ഇങ്ങനെ ഒരു മനുഷ്യന് ആവശ്യമായ ഘടകങ്ങളുണ്ട്. അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞ് ഒരു സംഖ്യ നീക്കിയിട്ടുണ്ട് എങ്കിൽ, അയാൾക്ക് കടങ്ങളൊന്നുമില്ല എങ്കിൽ, അതിന്റെ വാർഷികം എത്തിക്കഴിഞ്ഞാൽ ആ മിച്ചം വന്ന സംഖ്യയുടെ 2.5% നമ്മൾ സകാത്ത് കൊടുക്കണമെന്ന്. നമ്മളൊന്ന് ആലോചിച്ചു നമ്മുടെ സമ്പാദ്യം ഒരു മാസം ചിലപ്പോ ഒന്നും മിച്ചം ഉണ്ടാവൂല, അതൊക്കെ നമ്മൾ മുതലാക്കി മാറ്റിയിട്ടുണ്ടാവും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ സകാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലാണോ? അതാണ് നമ്മൾ ആലോചിക്കണം. നമ്മുടെ മക്കൾക്ക് സുഗമമായി പാർപ്പിടങ്ങളുണ്ട്, അവർക്ക് നല്ല ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, എല്ലാവിധ കാര്യങ്ങളും, അടിസ്ഥാനപരമായ ഒരു കാര്യത്തിനും കുറവില്ല. അതേപോലെ തന്നെ നമുക്ക് ബാങ്ക് ബാലൻസ് മിച്ചമായിട്ടുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ സകാത്തിന്റെ വിഹിതം അത് സകാത്ത് സ്വല്ലിലേക്ക് നൽകുക എന്നുള്ളത് നമ്മുടെ മേലുള്ള ബാധ്യതയാണ്. ഇനി സകാത്ത് എന്ന് പറഞ്ഞാൽ അത് സംഘടിതമായി വിതരണം ചെയ്യുന്ന രീതിയാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇപ്പോ റമദാൻ 27-ാം രാവൊക്കെ ആയാല് കുറച്ചൊക്കെ നല്ല വീടൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവരെ വീട്ടിലേക്കൊക്കെ ആളുകൾ ഇങ്ങനെ വരിയായിട്ട് വരും. അപ്പൊ നമ്മളൊക്കെ 50, 100 അല്ലെങ്കിൽ 10, 20 കൊടുത്ത് നമ്മൾ അവരെ ഒഴിവാക്കും. നമ്മൾ കരുതുക ആ ഇന്റെ സകാത്തിന്റെ കടമ ഇതോടുകൂടി വീടിയെന്നാണ്. അത് ഒരിക്കലും സകാത്തിന്റെ വിഹിതത്തിൽ അത് ഉൾപ്പെടുകയില്ല എന്ന്. അത് സ്വതക്കയായിട്ടാ മാറുക. സകാത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാം അത് ഒരു ദരിദ്രനെ നമ്മുടെ നാട്ടിൽ ഇല്ലാതാക്കുക എന്നുള്ളത്. അതായത് എന്റെ സകാത്ത് ഇന്ന വ്യക്തിക്കാണ് കൊടുത്തത് എന്ന് ഒരാളും അറിയാൻ പാടില്ല. ഇന്ന വ്യക്തിയുടെ സകാത്തിന്റെ വിഹിതം കൊണ്ടാണ് ഞാൻ ഈ രൂപത്തിലായത് എന്നത് വാങ്ങിയ ആളും അറിയാൻ പാടില്ല. അത്രക്കും സുതാര്യമായ, സുരക്ഷിതമായ വിതരണ രീതിയാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിനാണ് സംഘടിത സകാത്ത് സെൽ എല്ലാ മഹലിലും ഉണ്ടാകുന്നത്. നമ്മുടെ മഹലിലെ സകാത്തിന് അർഹരായ ആളുകൾക്ക് ഇന്നിങ്ങനെ 100 രൂപ 5 രൂപ എടുത്തു കൊടുക്കലല്ല. ഒരാൾക്ക് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു മഹലിൽ സകാത്തിന് അവകാശപ്പെട്ട ഒരാളുണ്ട്, അയാൾക്ക് നല്ലൊരു ഡ്രൈവിംഗ് അറിയാം, അല്ലെങ്കിൽ ഒരു ഷോപ്പ് നടത്താൻ അയാൾക്കറിയാം. ആ സകാത്തിന്റെ വിഹിതം അയാൾക്ക് ഒരു ഓട്ടോറിക്ഷ വാങ്ങിയാൽ
അയാളുടെ കുടുംബം വളരെ നല്ല രൂപത്തിൽ നടന്നു പോകുമെങ്കിൽ നമ്മുടെ സക്കാത്തിന്റെ വിഹിതം അതിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. നമ്മുടെ സംഘടിത സക്കാത്തിൽ ഒരാൾക്ക് ഒരു ചെറിയ ഒരു പെട്ടിപ്പീടി ഉണ്ടാക്കി കൊടുത്താൽ അയാളുടെ ഉപജീവന മാർഗം അതിലൂടെ നടന്നു പോകുമെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രോത്സാഹനം. അതിനാണ് സംഘടിതമായിട്ട് സക്കാത്ത് സ്വീകരിക്കുന്നത്. വിശുദ്ധ ഇസ്ലാം എങ്ങനെയാണ് സക്കാത്ത് സ്വീകരിക്കേണ്ടത് എന്നും അതേപോലെ തന്നെ അത് വിതരണം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു. സക്കാത്തിന് 8 അവകാശികളുണ്ട്. ആ അവകാശികൾക്ക് അതിന് അർഹതപ്പെട്ട ആളുകളെ ആളുകളെ വരെ നമുക്ക് നിയോഗിക്കാം, അന്വേഷിക്കാം. അതിനാണ് ആമിലീങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മൾ കൂടുതൽ ചർച്ചകൾ ചെയ്ത് അതേപോലെ തന്നെ അങ്ങനത്തെ ആളുകളുണ്ടോ എന്ന് പരിശോധിച്ച് അർഹമായ രൂപത്തിലേക്ക് എത്തുമ്പോഴാണ് സക്കാത്ത് എന്നുള്ളതിന്റെ പൂർണ്ണ രൂപമാകുന്നത്. അതാണ് അതിന്റെ രൂപം എന്ന് പറഞ്ഞാൽ. സക്കാത്തിന്റെ അവകാശികളെ വിശുദ്ധ ഖുർആൻ നമുക്കിങ്ങനെ ആയത്തിലൂടെ ഇങ്ങനെ എണ്ണി പറഞ്ഞു. 8 അവകാശികൾ. ഒന്ന് അൽ ഫുഖറ എന്ന ദരിദ്രന്മാരായ ആളുകൾ, അഥവാ ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് യാതൊരുവിധ നീക്കിയിരിപ്പോ സമ്പാദ്യവുമില്ലാതെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവരാണ് ഫുഖറ എന്ന് പറഞ്ഞത്, ദരിദ്രന്മാരായ ആളുകൾ. രണ്ടാമത്തെ വിഭാഗം അൽ മസാക്കീൻ എന്ന പാവപ്പെട്ട ആളുകൾ, അതായത് അന്നത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകും എന്നാലും പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. കുറെ മക്കളുണ്ടാകും, വീടുണ്ട്, പക്ഷേ ആ വീട്ടിലൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ്. വിശുദ്ധ ഖുർആനിന്റെ ആ പദപ്രയോഗം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു. ഫുഖറാ മസാക്കിൻ 2 പദങ്ങളെ ഉപയോഗിച്ചു. ഫുഖറാ പറഞ്ഞ അതിദരിദ്രന്മാരായ ആളുകൾ, ഒന്നിനും കഴിവില്ലാത്ത ആളുകൾ. മസാക്കിൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ കഴിയും, പക്ഷെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന അങ്ങനത്തെ ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ നാടുകളിൽ ഉണ്ടായിരിക്കും. അവരെയൊക്കെ പരിഗണിക്കേണ്ടത് സക്കാത്തിന്റെ വിഹിതം കൊണ്ടാണ്. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ വിഭാഗം അൽ ആമിലീൻ, സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ. അവർക്ക് ആവശ്യമാണ് എങ്കിൽ അതിൽ നിന്ന് ചെലവഴിക്കും. ഈ ആമിലീങ്ങൾ എന്തിനാ? സക്കാത്തിന്റെ ആമിലീങ്ങൾ എന്തിനാന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട് ഇതിങ്ങനെ റമളാനിൽ മാത്രം ഒരു ദിവസം ഉണ്ടാകുന്ന സക്കാത്ത് സല്ലല്ല, മറിച്ച് ഒരു വർഷം നമ്മുടെ നാടുകളിൽ ആ ദരിദ്രന്മാർ പെട്ടെന്നുണ്ടാകും. ഒരാളെ ബിസിനസ് ഒരു സുപ്രഭാതത്തിൽ പൊളിയും, അയാളുടെ എല്ലാവിധ സമ്പത്തും വിറ്റുകൊണ്ട് അത് വീട്ടേണ്ടി വരും. അങ്ങനെ പ്രയാസപ്പെട്ട് വാടക വീട്ടിലേക്ക് മാറേണ്ടി വരും. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ പ്രദേശത്തുണ്ട്. അങ്ങനത്തെ ആളുകൾ നമ്മുടെ മഹല്ലുകളിൽ കണ്ടെത്തി അവർ അതിന് അർഹരാണോ എന്ന് പരിശോധിച്ച് അത് കൃത്യമായി രേഖപ്പെടുത്തുന്ന ആമിലീങ്ങളാണ് സക്കാത്ത് സല്ലിൽ ഉണ്ടാകേണ്ടത്. അവരാണ് സക്കാത്തിന്റെ ഉദ്യോഗസ്ഥരായ ആളുകൾ. അങ്ങനെ കഴിവുള്ള ആളുകളെ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. അതേപോലെ തന്നെ നാലാമത്തെ വിഭാഗം പറഞ്ഞാൽ അൽ മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന, മുസ്ലിം ആയിട്ടില്ല എന്നാൽ ഹൃദയം ഇസ്ലാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ. വേറെയും വിഭാഗങ്ങൾ അടിമകളെ മോചിപ്പിക്കാം. അതേപോലെ തന്നെ അൽ ഗാരിമീൻ, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന, കടം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും. അവരൊക്കെ സക്കാത്തിന്റെ വിഹിതം കൊണ്ട് നമുക്ക് സഹായിക്കാൻ പറ്റും അള്ളാഹുവിന്റെ മാർഗത്തിൽ. 7ാമത്തെ വിഭാഗം അതാണ്. അതേപോലെ തന്നെ ഇബ്നുസ് സബീൽ, വഴിപോക്കരായ യാത്രക്കാരായ അവർക്കൊക്കെ ആവശ്യമെങ്കിൽ സക്കാത്തിന്റെ വിഹിതം ചെലവഴിക്കാം. ഇങ്ങനെ 8ഓളം കാറ്റഗറികൾ അത് കൃത്യമായി കൊണ്ട് വിശദീകരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു. ഈ മാർഗങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സക്കാത്ത് നമുക്ക് ചെലവഴിക്കാം. ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നു, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ സക്കാത്തിന്റെ വിഹിതം സംഘടിത സക്കാത്ത് സ്വല്ലിലേക്ക് ഏൽപ്പിക്കുന്നതോടുകൂടി നമ്മുടെ ബാധ്യത അവസാനിക്കും. പിന്നീട് അത് ആളുകൾ അർഹരെ കണ്ടെത്തി വിതരണം ചെയ്യൽ സക്കാത്ത് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വമാണ്. അതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. ഈ രൂപത്തിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, സമ്പത്ത് നമ്മളൊരു കുത്തുബേക്കാക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കണം. സക്കാത്ത് തന്നെ വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വിശാലമായി ചർച്ച ചെയ്യേണ്ടതിന്റെ കൃഷിയുടെയും ആഭരണത്തിന്റെയും അതേപോലെ തന്നെ ജോലിയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ
നമ്മുടെ എല്ലാ കാര്യങ്ങളും, മനസ്സ്, നമ്മുടെ എല്ലാ പാപക്കറകളെയും കഴുകിക്കളയുന്ന മാസമാണ്. അതേപോലെ തന്നെ നമ്മുടെ സമ്പത്ത് അത് ശുദ്ധീകരിക്കേണ്ട മാസമാണ്. ആ വിഹിതം നമ്മൾ കൊടുക്കുന്നതോടുകൂടി നമ്മുടെ സമ്പത്തിൽ അള്ളാഹു തആല ബർക്കത്ത് നൽകും. അത് ശുദ്ധീകരിക്കപ്പെട്ടു. ഈ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സകാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അതിലെ ഒരു രണ്ടാമത്തെ ഭാഗമാണ് സക്കാത്തുൽ ഫിത്ർ എന്നുള്ളത്. റമദാൻ അവസാനിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് നിർബന്ധമായ ഇബാദത്തുകളിൽ ഒന്നാണ് സക്കാത്തുൽ ഫിത്ർ എന്നുള്ളത്. ഇത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഒന്ന്, നോമ്പുകാരന്റെ തെറ്റുകൾ, അപാകതകൾ പരിഹരിക്കപ്പെടും. ഇപ്പൊ 30 ദിവസം നമ്മൾ നോമ്പ് പറ്റും, അല്ലെങ്കിൽ 29 ദിവസം നമ്മൾ നോമ്പ് പറ്റും. നമ്മുടെ നോമ്പിലൊക്കെ പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ, തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതോടുകൂടി പരിഹരിക്കപ്പെടുന്ന. രണ്ടാമത്തെ കാര്യം, ദരിദ്രരായ ആളുകൾക്ക് പെരുന്നാൾ സന്തോഷമായി ഒരു അരി ലഭിക്കുക, ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത് ഒരു സാമൂഹിക ഇബാദത്താണ്. ഈ രണ്ട് കാര്യങ്ങളാണ് സക്കാത്തുൽ ഫിത്റിലൂടെ പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. സക്കാത്തുൽ ഫിത്ർ എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാണ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ ആളുകൾക്കും സക്കാത്തുൽ ഫിത്ർ നൽകണം. ഒരു സ്വാ നിങ്ങൾ നൽകുക എന്നാണ് പറഞ്ഞത്. ഒരു സ്വാ എന്ന് പറഞ്ഞാൽ നല്ല ശരീരപ്രകൃതിയുള്ള ഒരു മനുഷ്യന്റെ 2 കൈ കൊണ്ട് ഇങ്ങനെ കോരിട്ടാൽ എത്രയാണോ ഉണ്ടാകുക അതാണ് ഒരു സ്വാ. അതിനെ പണ്ഡിതന്മാർ കണക്കാക്കിയത് 2.5 3 കിലോത്തിന്റെയും ഇടയിലുള്ള അളവ് എന്നാണ്. കൂടുതൽ കൊടുക്കുന്നത് കൊണ്ട് വിരോധവുമില്ല. ഈ രൂപത്തിലാണ് പരിശുദ്ധ ഇസ്ലാം ഒരു സ്വാ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, സക്കാത്തുൽ ഫിത്ർ നൽകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, സക്കാത്തുൽ ഫിത്ർ എപ്പോഴാണ് കൊടുക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഖബല ഖുറൂജിൻ നാസി ഇല സ്വലാത്തി, അഥവാ നമ്മൾ ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് സക്കാത്തുൽ ഫിത്റിന്റെ വിഹിതം എന്ത് ചെയ്യണം, അതിന്റെ അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുത്തു വിട്ടണം. ആർക്കൊക്കെയാണ് നൽകേണ്ടത്? നമ്മുടെ വീട്ടിലെ മുഴുവൻ ആളുകൾക്കും സക്കാത്തുൽ ഫിത്ർ. പുരുഷന്മാരുണ്ട് എങ്കിൽ, സ്ത്രീകളുണ്ട്, ചെറിയ കുട്ടികൾ. ചില പണ്ഡിത അഭിപ്രായങ്ങൾ കാണാം, അന്നൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് വരെ എന്ത് ചെയ്യണം, സക്കാത്തുൽ ഫിത്ർ നമ്മൾ നൽകണം. നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം കണക്കാക്കി എല്ലാവർക്കും വേണ്ടി കുടുംബനാഥൻ നൽകുക എന്ന രീതിയാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ ഫിത്ർ സക്കാത്ത് പെരുന്നാൾ നമസ്കാരത്തിന്റെ ഒരു ദിവസം മുമ്പ് അത് വിതരണം ചെയ്യാറുണ്ട്. അഥവാ പെരുന്നാളിന്റെ തലേ ദിവസമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വഹാബത്ത് ഫിത്ർ സക്കാത്തിന്റെ അരികൾ, അതിന്റെ സാധനങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് എന്നാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫിത്ർ സക്കാത്ത് കൊണ്ട് 2 ഗുണങ്ങളാണ്. ഒന്ന്, നല്ല ഭക്ഷണങ്ങൾ ദരിദ്രരായ ആളുകൾക്ക് പെരുന്നാളിന്റെ ദിവസം കഴിക്കാൻ പറ്റും. രണ്ടാമത്തത്, നമ്മുടെ നോമ്പിലെ എല്ലാ അപാകതകൾക്കുമുള്ള ഒരു പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് ഫിത്ർ സക്കാത്ത്. നമ്മുടെ മഹല്ലിൽ 80 രൂപയാണ്. അത് സ്വീകരിക്കുന്ന അവസാന തീയതി ഈ വരുന്ന തിങ്കളാഴ്ചയാണ്. നമ്മുടെ വിഹിതം കണക്കാക്കി എല്ലാ സക്കാത്തും സംഘടിതമായി കൊണ്ട് കൊടുക്കുന്ന രീതി തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ വിഹിതങ്ങൾ സംഖ്യയായിട്ട് നൽകുക, അത് സക്കാത്ത് കമ്മിറ്റിയെ ഏൽപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഒരു പക്ഷേ അടുത്ത വെള്ളിയാഴ്ച പെരുന്നാൾ ആവുകയാണ് എങ്കിൽ പെരുന്നാൾ നമസ്കാരം 7 മണിക്കായിരുന്നു. ജാമിഅ നബവിയുടെ ഗ്രൗണ്ടിൽ വെച്ചാണ് നമ്മുടെ പെരുന്നാൾ നമസ്കാരം. കൃത്യം 7 മണിക്ക് തന്നെ ആരംഭിക്കുന്ന രൂപത്തിൽ അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ട് മുസല്ല കരുതിക്കൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ പരമാവധി വുളൂ ചെയ്ത് വരാൻ വേണ്ടി പരമാവധി ആളുകൾ പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പെരുന്നാളിന് ഒരു കാരണവശാലും നമ്മൾ വൈകാൻ പാടില്ല. നമ്മുടെ സമയ ക്രമീകരണങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ഒരുക്കങ്ങൾ സമയത്തിനനുസരിച്ച് നമ്മൾ തിട്ടപ്പെടുത്തുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ റമളാൻ നമ്മളിൽ നിന്നിങ്ങനെ വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അടുത്തൊരു റമളാനിൽ നമ്മൾ ഇതുപോലെ ഉണ്ടാകുമോ എന്ന് ഒരു ഉറപ്പും പറയുവാൻ സാധിക്കുകയില്ല.
ഇനിയുള്ള റമദാനിന്റെ ദിനരാത്രങ്ങളെ നമ്മുടെ ഇസ്തിഗ്ഫാറിനും പാപമോചനത്തിനും വേണ്ടി നമ്മൾ പരമാവധി മാറ്റി വെക്കുക. അതേപോലെ തന്നെ നമ്മൾ ഒരു മാസമായി മാറ്റിവെച്ച തിന്മകളെ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി പരിശ്രമിക്കുക. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നാണ്. നമ്മൾ 5 നേരം കൃത്യമായിട്ട് ജമാഅത്ത് നിസ്കാരത്തിനെത്തുന്നു, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, നോമ്പ് നോൽക്കുന്നു, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു. അശ്ലീലതകൾ നമ്മുടെ നാവുകളിലൂടെ വരുന്നതിന് നമ്മൾ സൂക്ഷിക്കുന്നു. ഈ രൂപത്തിൽ കുറേ മാറ്റങ്ങൾ റമദാനിലൂടെ നമ്മൾ കൊണ്ടുവന്നു. അതിനെ തുടരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളെ എല്ലാം പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു കൂട്ടിയ നമസ്കാരങ്ങളെയും അതേപോലെ തന്നെ രാത്രി നമസ്കാരങ്ങളെയും മറ്റു ഇബാദത്തുകളെയും നോമ്പിനെയും അള്ളാഹുവെ നീ പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ തിന്മകളെയും പുറത്തു മാറ്റുന്ന നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെന്നതാ. അള്ളാഹുവെ, ഞങ്ങളുടെ സമ്പത്തിൽ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ഞങ്ങളുടെ ജോലികളിൽ എല്ലാവിധ ബർക്കത്തും ഐശ്വര്യവും നൽകണേ നാഥാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا وصيامنا وقيامنا. ربنا تقبل منا. آمين آمين برحمتك يا أرحم الراحمين.